മാനസിക വെല്ലുവിളി നേരിടുന്ന മകന്റെ മർദ്ദനമേറ്റ് അച്ഛൻ മരിച്ചു. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലാണ് സംഭവം. വെൺപകൽ സ്വദേശി സുനിൽകുമാറാണ് മരിച്ചത്. മകൻ സിജോയ് സാമുവലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിവരങ്ങളുമായി ശ്രീനന്ദ ചേരുന്നു. ശ്രീനന്ദ, എന്താണ് ഉണ്ടായത്? കഴിഞ്ഞ ദിവസമായിരുന്നു മകന്റെ അടിയേറ്റ ഈ സുനിൽകുമാർ ചികിത്സയിലായിരുന്നു. 60 വയസ്സായിരുന്നു ഇയാൾക്ക്. നെയ്യാറ്റിൻകര സ്വദേശിയാണ്, വെൺപകൽ സ്വദേശിയാണ്. കഴിഞ്ഞ 11-ാം തീയതിയാണ് സുനിൽകുമാറിനെ കമ്പുകൊണ്ട് മകന് മാനസിക വെല്ലുവിളി നേരിടുന്ന മകനാണ് സിജോ എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വിവരം എന്ന് പറയുന്നത്. ഇയാൾ അച്ഛൻ സുനിൽകുമാറിനെ കമ്പ് കൊണ്ട് അടിക്കുകയായിരുന്നു. തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ഇയാൾ ചികിത്സയിലായിരുന്നു. കാൽ വഴുതി വീണതെന്നായിരുന്നു സുനിൽകുമാർ ആശുപത്രിയിൽ അധികൃതരോട് വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ഓപ്പറേഷന് വിധേയമാകുന്നതിന് തൊട്ടു മുൻപാണ് ഭാര്യയോട് മകൻ ആക്രമിച്ച കാര്യം ഇദ്ദേഹം പറയുന്നത്. അതുവരെ ഭാര്യയ്ക്കും അറിയില്ലായിരുന്നു മകനാണ് ഈ അച്ഛനെ തല്ലിയതെന്നുള്ള കാര്യം. തുടർന്ന് ഈ സുനിൽകുമാറും കുടുംബവും ഈ ഒരു മകനെ ഭയപ്പെട്ട് മകളുടെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. ശേഷം തിരികെ വീട്ടിൽ വന്നപ്പോഴാണ് മകന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായത്. വെൺപകലിലായിരുന്നു ഇവർ താമസിക്കുന്നത്. ഈ സിജോ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന സമയത്തായിരുന്നു സുനിൽകുമാറിനെ അടിക്കുകയുണ്ടായത്. ഇപ്പോൾ എന്തായാലും നെയ്യാറ്റിൻകര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്താണ് മാനസിക വെല്ലുവിളിയാണ് ഇതിനുള്ള കാരണം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ എന്തെങ്കിലും പകയോ എന്തെങ്കിലും ഉണ്ടോ ഇതിന്റെ പുറകിൽ എന്നുള്ള കാര്യം തുടർ അന്വേഷണത്തിലൂടെ മാത്രമേ വ്യക്തമാക്കാൻ സാധിക്കുകയുള്ളൂ. കൃഷ്ണരാജ്, മാനസിക വെല്ലുവിളി നേരിടുന്ന മകന്റെ മർദ്ദനമേറ്റ് അച്ഛൻ മരിച്ചു. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുന്നുണ്ട്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലാണ് സംഭവം. വിവരങ്ങൾ നൽകുകയായിരുന്നു.